റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ല എന്റെ റബ്ബാണെന്ന് വിശ്വസിച്ചാ മാത്രം പോരാ, അത് പറഞ്ഞാ മാത്രം പോരാ, ആ അല്ല പറയുന്നത് അനുസരിക്കണം സഹോദരാ. രഹസ്യമായി ജീവിതത്തില്, പരസ്യമായി ജീവിതത്തില് പടച്ചവനെ നമ്മളാ അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ. അല്ലാഹനെ അനുസരിച്ചു കൊണ്ട് വേണം എല്ലാവരും ജീവിക്കാൻ. എന്തിനാണ് അല്ല നമ്മളെ പടച്ചതെന്നറിയുമോ? എന്തിനാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതെന്നറിയുമോ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. അല്ലാഹ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ സഹോദരാ? എല്ലാരും പറയുന്നത് അടിച്ചു പൊളിക്കാനെന്നാണ്. എടാ ചെറുപ്പക്കാരാ, നീ എപ്പോഴും പറയുമല്ലോ ഉസ്താദേ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാ. ആരാടാ പറഞ്ഞത് ആസ്വദിക്കാനാണെന്ന്? ഈ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? പടച്ചവനെ അല്ലടാ ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് പോലെ നിനക്ക് ജീവിക്കാനുള്ളതല്ല, നിനക്ക് തിന്നാനുള്ളതല്ല, നിനക്ക് ആസ്വദിക്കാനുള്ളതല്ല. ഇഷ്ടമുള്ളത് തിന്ന് കുടിച്ച് ആസ്വദിച്ചും മതിമറന്ന് നടക്കാനല്ല അല്ലാഹ് ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ, അല്ല പറയുന്നത് പോലെ ജീവിക്കാനാ. അല്ലാതെ നിനക്ക് തിന്നാനും തന്ന് ധരിക്കാനും തന്ന് ഈ ആകാശത്തിന്റെ മുകളില്, ഈ ഭൂമിയുടെ മുകളില് അല്ലാഹു നിനക്ക് സർവ്വതും തന്നിട്ട് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് പോലെ നടക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സഹോദരാ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യ്, അല്ലാഹുവിനെ വഴിപ്പെട്. നീ അടിമയാണ്, നീ അടിമയാണ്, യജമാനൻ അല്ലാഹുവാണ്. നിന്റെ യജമാനൻ എന്തു പറയുന്നോ അതുപോലെ വേണം നീ അനുസരിക്കാൻ. എന്തു പറഞ്ഞാലും അനുസരിക്കണം, എന്തു പറഞ്ഞാലും അനുസരിക്കണം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം സുഖിക്കാനുള്ളതല്ല. ആസ്വദിക്കലും സുഖിക്കലുമൊക്കെ സ്വർഗത്തിലാടാ ചെറുപ്പക്കാരാ, ദുനിയാവിലല്ല. ദുനിയാവിൽ നീ യാത്രക്കാരനാണ്. പടച്ചവനെ, മാനന്തവാടിയിൽ നിന്ന് കഥ നീ വയനാട്ടിലേക്ക് അല്ലെങ്കിൽ കൽപ്പറ്റയിലേക്ക് നീ പോകാൻ ബസ് കാത്തു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹനെ പേടിക്ക്, ഇബാദത്തുകൾ ചെയ്യ്, നന്മകൾ ചെയ്യ്. 2023 വിട പറയാൻ ഇനി മണിക്കൂറുകൾ തികച്ചില്ല സഹോദരാ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ ആയുസ്സിലെ ഒരു കൊല്ലം വിട പറയുകയാ, ഒരു കൊല്ലം വിട പറയുകയാ, 365 ദിവസം വിട പറയുകയാണ്. എന്ത് നേടിയടാ മോനെ, എന്ത് നേടി ചെറുപ്പക്കാരാ, എന്ത് നേടി പെങ്ങളെ? ആഖിറത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? മരണത്തിലേക്ക് നീ ഒരു കൊല്ലം അടുത്തിരിക്കുകയാണ്. സിറാജ് മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തു. അസ്റായിലിനെ കാണാൻ സമയം അടുത്തിരിക്കുകയാണ്. എന്ത് നേടിയടോ, എന്ത് നേടിയടോ? വിലയിരുത്ത്. ഹസിബൂ ഖബല അൻ തുഹാസബൂ. ആ വിചാരണ വരുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യ്. ഒരു വയസ്സുകൂടെ നിനക്ക് കൂടുകയാണ്. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തണമല്ലോ, നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തണമല്ലോ. അതുകൊണ്ട് സഹോദരാ, മോനെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. നിസ്കാരത്തിന്റെ കാര്യത്തില് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ മോനെ പിന്നെ സമാധാനമില്ലടാ. പിന്നെ പള്ളിയാണ്, പള്ളിയാണ്, പള്ളിയാണ്. നിസ്കരിക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം. കളയാക്കരുത്, കളയാക്കരുത്. നിസ്കാരം, നിസ്കാരം, ഈ ചിന്തയാണ് നിനക്ക് വേണ്ടത്. പക്ഷേ മടിയാ സഹോദരാ, ഈ ഒരു കൊല്ലത്തില് എത്ര റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, എത്ര വഖത്ത് കളയാക്കിയിട്ടുണ്ട്, എത്ര ജമാഅത്ത് കളയാക്കിയിട്ടുണ്ട്? നീ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയ
ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയ അവന് കാഫിറാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല, അതിന്റെ ഗൗരവമാണ്, അതിന്റെ ഗൗരവമാണ്. മഹാനവറുകൾ പറയുകയാ, അവന്റെ ആഖിബത്ത് മോശമാകും. ഒരു വഖത്ത് നിസ്കാരം ഇന്നത്തെ ദിവസം സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ അല്ലാഹു